എയിംസിന് വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദത്തിൽ ആത്മാർത്ഥതയില്ലെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വരുത്തിയ വീഴ്ചയാണ് എയിംസ് വൈകാൻ കാരണം. സ്ഥലം ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രാഥമിക നടപടികൾ പോലും സംസ്ഥാനം പൂർത്തിയാക്കിയില്ലെന്നും വിമർശനം. സംസ്ഥാന സർക്കാർ സഹകരിച്ചാൽ എയിംസ് ഉറപ്പായി വരുമെന്നും സദാനന്ദൻ മാസ്റ്റർ MP ജനം TVയോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ അവഗണിച്ചു എന്നതിനേക്കാൾ കേരള ഗവൺമെൻറ്റും മുൻകാലങ്ങളിലെ ഗവൺമെൻറ്റുകളും രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ആ വഞ്ചനയുടെ പ്രഖ്യാപനമാണ് എയിംസിന് വേണ്ടിയുള്ള മുറവിളി എന്ന് പറയാൻ പ്രയാസമില്ല. എയിംസ് അനുവദിക്കണമെങ്കിൽ നിശ്ചിത മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചുകൊണ്ടുള്ള ഒരു ആശയവിനിമയം കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല. കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ എന്ന് പറയുന്ന പ്രദേശം മാത്രമാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത്. അവിടെ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കപ്പെടുന്നില്ല. 4 വരി പാതയുടെ കണക്ടിവിറ്റി ഇല്ല, വൈദ്യുതി ലഭ്യത, ജലലഭ്യതയെ സംബന്ധിച്ച് ഉറപ്പില്ല. സ്ഥലം പോലും 200 ഏക്കർ വേണ്ടെടുത്ത് 158 ഏക്കറോ മറ്റോ ആണ് സർക്കാർ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സർക്കാരിന് ഇത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക? കേന്ദ്ര സർക്കാർ കേരളത്തോട് അനുഭാവപൂർണ്ണമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് എയിംസ് മാത്രമല്ല, മറ്റു തരത്തിലും. എന്തായാലും എയിംസ് കേരളത്തിൽ വരും. ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് വേണ്ട രീതിയിൽ തന്നെ അത് സ്ഥാപിക്കപ്പെടും. പക്ഷേ സംസ്ഥാന സർക്കാർ പാലിക്കേണ്ട ഈ മാനദണ്ഡത്തിൻ്റെ നിർവഹണം അത് നിശ്ചയമായും നടത്തിയിരിക്കണം. അതിനുള്ള പ്രക്ഷോഭം ഉൾപ്പെടെ പാർട്ടി ആലോചിക്കും. ജിഷ്ണു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ച വിഷയം ഇന്നലെ നമ്മൾ വളരെ വിശാലമായ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കാരണം എയിംസ് എന്തുകൊണ്ട് കേരളത്തിന് ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് കേരളം മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നത് മാത്രമാണ് ഉത്തരം. കാരണം ഈ സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം നമ്മുടെ രാജ്യത്ത് ആകെ ഉണ്ടായിരുന്ന 951 മുതൽ 2014 വരെ നോക്കിക്കഴിഞ്ഞാൽ 7 എയിംസ് മാത്രമാണ് കോൺഗ്രസ് സർക്കാരുകൾ ഈ രാജ്യത്തിന് സമ്മാനിച്ചതെങ്കിൽ ഇന്നത് 26 എന്ന വലിയൊരു നമ്പറിലേക്ക് എത്തി നിൽക്കുകയാണ്. അതായത് മോദി സർക്കാർ മാത്രം ഏതാണ്ട് 17 എയിംസുകൾ പ്രഖ്യാപിക്കുകയും അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്തിന് എന്തുകൊണ്ട് എയിംസ് ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കേരളം മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. അതിപ്പോൾ ഒരിക്കൽ കൂടി സദാനന്ദൻ മാസ്റ്റർ ഓർമ്മപ്പെടുത്തുകയല്ലേ? ഗൗതം, തീർച്ചയായും ഇത്തവണ കേന്ദ്ര ബജറ്റിന് ശേഷം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയം എയിംസ് എന്നുള്ളതാണ്. കേരളത്തിൽ എയിംസ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ വഞ്ചിച്ചു എന്ന വലിയ പ്രചാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും CPM-ഉം കോൺഗ്രസും ഒരുപോലെ നടത്തിയിരുന്നു. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യവും ആഴത്തിൽ പരിശോധിക്കുമ്പോഴാണ് കേരളത്തിന് എന്തുകൊണ്ട് ഇതുവരെ എയിംസ് ലഭിച്ചില്ല എന്നതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കുക. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ ദിവസം ഈ വിഷയം വിശദമായി തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇന്ന് സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങൾക്കപ്പുറത്തേക്ക് നടപ്പിലാക്കേണ്ട മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ ഈ എയിംസ് ലഭ്യമാകേണ്ടതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിൽ വരുത്തിയിട്ടുള്ള വീഴ്ചയാണ് എയിംസ് ലഭിക്കുന്നതിന് സമയം വൈകുന്നതിന് കാരണം. അതിനപ്പുറത്തേക്കുള്ള മുറവിളികളെല്ലാം തന്നെ വെറും ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്. അതായത് എയിംസ് ലഭ്യമാക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒന്ന്, ഏറ്റവും പ്രധാനം സ്ഥലമാണ്. ഒരു ആശുപത്രി, ഒരു മെഡിക്കൽ കോളേജ് എന്നതിനപ്പുറത്തേക്ക് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളും ഗവേഷണങ്ങളും ഉൾപ്പെടെ നടക്കുന്നതിനനുസൃതമായ അത്രയും വലിയ കെട്ടിട സമുച്ചയങ്ങളും സൗകര്യങ്ങളും ആവശ്യമുണ്ട്. 200 ഏക്കർ സ്ഥലം ആവശ്യമുണ്ട്. 4 വരി റോഡ് കണക്ടിവിറ്റി അവിടേക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. ജലം, വൈദ്യുതി ഇവയുടെ കൃത്യമായിട്ടുള്ള ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഉറപ്പാക്കുന്ന 200 ഏക്കർ സ്ഥലം സംസ്ഥാനത്തിൻ്റെ 4 ഭാഗങ്ങളിലായി കണ്ടെത്താൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ ഉറപ്പാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം. അത്തരത്തിൽ അറിയിക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എയിംസ് അനുവദിക്കുന്നുള്ള നടപടികളുണ്ടാകും. എന്നാൽ ഇതിൽ ഒരു മാനദണ്ഡം പോലും, സ്ഥലമേറ്റെടുപ്പ് തന്നെ സംസ്ഥാന സർക്കാർ നിലവിൽ കോഴിക്കോട് കിനാലൂരിൽ ആണ് സ്ഥലം പറഞ്ഞിട്ടുള്ളത്. അതും കേരളത്തിൽ ഒരു സ്ഥലം മാത്രമാണ് കേന്ദ്ര സർക്കാരിന് മുൻപിലേക്ക് വെച്ചത്. അവിടെയും 200 ഏക്കർ എന്ന മാനദണ്ഡം പാലിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ല. അത്തരത്തിൽ എയിംസ് അനുവദിക്കുന്നതിന് ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുകയോ അത് സ്ഥലം ഏറ്റെടുക്കുന്നതിനുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ്
ഇത്തരത്തിൽ കേരളത്തിന് എയിംസ് വഹിക്കാൻ കാരണം ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യത്തുടനീളം ഇത്തരത്തിൽ എയിംസ് വരുത്തുന്നതിന് വളരെ കൃത്യമായ പദ്ധതി മോദി സർക്കാരിൻ്റെ ആദ്യ 100 ദിന കർമ്മ പദ്ധതിയിലും ഓരോ സംസ്ഥാനങ്ങൾക്കും എയിംസിന് അവകാശവാദം ഉന്നയിക്കാനുള്ള സമയമുണ്ടായിരുന്നു. ആ സമയത്തും കേരളം ആ സമയം ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് നൽകുന്നതും അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചില്ല. നിലവിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ കേരളത്തിന് എയിംസ് നൽകണമെന്ന സമ്മർദ്ദം ചെലുത്തുകയും അതിൻ്റെ നടപടികളുമായി ചർച്ച വരുത്തുകയും ചെയ്യുമ്പോഴും പേപ്പർ വർക്കിലൂടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട നടപടികളിൽ വരുത്തിയിട്ടുള്ള വീഴ്ചയാണ് കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സദാനന്ദൻ മാസ്റ്റർ തുറന്നു കാണിച്ചിട്ടുള്ളത്. ഒപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിന് തീർച്ചയായിട്ടും എയിംസ് ലഭിച്ചിരിക്കും. സംസ്ഥാന സർക്കാർ സഹകരിക്കുകയാണെങ്കിൽ ഈ മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ചാൽ ഉറപ്പായും കേരളത്തിന് എയിംസ് ലഭിക്കും എന്ന പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗൗതം. ഓക്കെ ജിഷ്ണു, എന്തായാലും എയിംസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് ആഞ്ഞടിക്കുന്ന വിഷയത്തിൽ സദാനന്ദൻ മാസ്റ്ററുടെ പ്രതികരണമാണ് ജനം ടി വിയിലൂടെ പ്രേക്ഷകർ കേട്ടത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എയിംസിന് അനുകൂലമായ നിലപാടാണ്. അത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള എയിംസുകളുടെ എണ്ണം മാത്രം ഒന്ന് ഗൂഗിളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കും. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്തിന് എന്തുകൊണ്ട് എയിംസ് ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാർ വേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെ അതിങ്ങനെ തള്ളി നീക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് എയിംസ് കേരളത്തിന് ലഭിക്കാത്തത്. ഇതാണ് സദാനന്ദൻ മാസ്റ്റർ MP ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്.